നേരെ അങ്ങോട്ട് പിസ്സ കഴിച്ചപ്പോഴേ എനിക്കൊരു കാര്യം മനസ്സിലായി. നമുക്ക് ബീഫ് എന്നിട്ട് കുറേ ദിവസമായി അങ്ങനെ ബീഫ് എന്നാൽ നേരെ അങ്ങോട്ട് കയറി നമ്മൾക്കൊരു പൊറാട്ടയും ബീഫും നമ്മളെ നാട്ടിലത്തെ ഇഷ്ടമല്ലോ. അങ്ങനെ പിന്നെ മുട്ട പൊറാട്ട എത്തിയപ്പോൾ തന്നെ നമ്മൾ മുട്ട ഇപ്പം ഐഫോണൊക്കെ എടുത്ത് കാണിച്ചിട്ടുണ്ട്. പെൺകുട്ടികളൊക്കെ സെറ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചുള്ള പരിപാടിയൊക്കെ. അങ്ങനെ ഏതായാലും മുട്ട പൊറാട്ട എത്തിയപ്പോൾ ഞാൻ മുട്ട പൊറാട്ട കൈയിട്ട് നമ്മളെ ബീഫായിട്ട് എൻ്റെ കൈ ഞാൻ വിട്ടെന്ന് പറഞ്ഞു അവനോട് ഡയലോഗ് അടിച്ച്. അങ്ങനെ ഏതായാലും ബീഫ് അങ്ങോട്ട് എത്തി. ഇവിടുത്തെ ബീഫ് എന്ന് പറഞ്ഞാൽ നാട്ടിലത്തെ ബീഫായിട്ട് യാതൊരു ടച്ചും ഇല്ല കേട്ടോ, അത് വേറെ കാര്യം. അങ്ങനെ ഏതായാലും ബീഫാണ്ട് തന്ന് കെട്ടിക്കളമ്പി ഞാൻ തിന്നുണ്ട്. എങ്ങനെയെങ്കിലൊക്കെ തിന്ന് പള്ളേക്കാണ്ട് കയറ്റിയാൽ മതി, തൊള്ളേക്ക് രുചി കിട്ടണമെന്നാണ്. പക്ഷേ തൊള്ളക്ക് എനിക്ക് അത്ര അങ്ങോട്ട് റാത്തായില്ല. പക്ഷേ ഇവിടുത്തെ ബോട്ടി പൂള അങ്ങനത്തെ എല്ലാ ഐറ്റംസ് അടിപൊളി കേട്ടോ. അങ്ങനെ എല്ലാ സാധനം നമ്മൾ കഴിച്ചിട്ടുണ്ട്. ഓരോ ദിവസം നമ്മൾ വെറൈറ്റി പിടിച്ചിട്ടോ. ബീഫ് നമ്മളെ പാകിസ്ഥാനികൾക്ക് പറ്റിയ ബീഫാണ്, നമുക്കത് അത്ര പറ്റും. ഇവിടെ ഫീസറിൽ വെച്ച് വരുന്ന ബീഫ് ആയതുകൊണ്ടായിരിക്കാം. ഏതായാലും സംഭവം ചില പൊറാട്ടയും ബീഫും നാട്ടത്തിൻ്റെ അത്ര ഏലത്ത് വരില്ല എന്നുള്ളത് ഞാൻ 100% ഉറപ്പാണ് കേട്ടോ. അങ്ങനെ ഏതായാലും ഞാൻ ഇവിടെ വാരി വലിച്ചിട്ടുണ്ട്. പക്ഷേ പൊറോട്ട ഊൻ്റെ മക്കളെ പൊറോട്ട നാട്ടിലത്തെ ഫീൽ എങ്ങനെയാണ്? അന്ന് അടിച്ച പൊറോട്ട കാക്കാണ്ട് തിന്നു കഴിഞ്ഞാൽ ആ അടിയോട് കൂടിയാണ്ട് തിന്നുമ്പോണ്ടല്ലോ അതൊരു വല്ലാത്ത ഫീലാണ്. അങ്ങനെ മൂപ്പരാക്ക വന്നിട്ട് ഇവിടെ നിന്നിട്ട് പിന്നെ കോഫിയും കൂടി അടിച്ചു മൂപ്പരെന്ന് കഴിഞ്ഞിട്ട് നിൽക്കുന്നുണ്ട് ഞാൻ.